ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ യാതൊരു സ്കോപ്പുമില്ല. കാരണം ദൃശ്യം 2ന്റെ അവസാനം നമ്മൾ കാണുന്നത് വരുണിന്റെ അസ്ഥികൾ ജോർജ് കുട്ടി ആസിഡ് ഒഴിച്ച് നശിപ്പിക്കുന്നതാണ്. പിന്നെ കുറച്ച് അസ്ഥിഭാഗങ്ങൾ അവൻ്റെ മാതാപിതാക്കൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട്. ഈ ഒരു രംഗത്തോടുകൂടി ജോർജ് കുട്ടിയും കുടുംബവും ഇനി സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഒരു ഡെഡ് ബോഡിയോ ശരീരാവശിഷ്ടങ്ങളോ ഇല്ലാതെ പോലീസിന് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുക അസാധ്യമാണ്. അപ്പോൾ ജോർജ് കുട്ടിയും കുടുംബത്തിനും ഒരു അപകടം ഇനി അവശേഷിക്കുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. പിന്നെ എന്തായിരിക്കും ജിത്തു ജോസഫ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പോലീസ് അന്വേഷണം നിർത്തിയിടത്ത് നിന്നൊരു മാധ്യമ പ്രവർത്തക തൻ്റേതായ രീതിയിൽ ഒരു അന്വേഷണം തുടങ്ങുന്നു. പക്ഷേ ഇത്രയും നാളൊരു പോലീസ് സേന മൊത്തം അന്വേഷിച്ചിട്ട് കിട്ടാത്ത എന്ത് രഹസ്യമാണ് ഈ മാധ്യമ പ്രവർത്തക പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്? കാരണം തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൃശ്യം 2ൽ തന്നെ ഈ കഥ അവസാനിക്കേണ്ടതായിരുന്നു. മൂന്നാമത്തെ ചിത്രം ഈ കഥയുടെ ഒരു കൺക്ലൂഷൻ ആണെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. പക്ഷേ എനിക്കിതൊരു ക്യാഷ് ഗ്രാഡായിട്ടാണ് തോന്നുന്നത്. ആദ്യത്തെ 2 സിനിമകൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ആകാംക്ഷ കാരണം ഈ സിനിമയ്ക്ക് നല്ലൊരു ഓപ്പണിംഗ് കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഈ ഒരു സാധ്യത ഉപയോഗിച്ച് കുറച്ച് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് ദൃശ്യം 3 എന്ന ഈ സിനിമയെ ഞാൻ കാണുന്നത്. ഫാൻ തിയറികൾ പറയുന്ന ഒരു പൊട്ടൻഷ്യൽ സ്റ്റോറി ലൈൻ ഇങ്ങനെയാണ്: വരുൺ പ്രഭാകരൻ്റെ മിസ്സിംഗ് കേസിനെ കുറിച്ച് ഒരു മാധ്യമ അന്വേഷണ പരമ്പര പുറത്തു വരുന്നു. ഇതിനെ തുടർന്ന് ജോർജ് കുട്ടിയും കുടുംബവും സമ്മർദ്ദത്തിലാകുന്നു. തൻ്റെ പ്രവർത്തികളിൽ പശ്ചാത്തപിക്കുന്ന ജോർജ് കുട്ടി തൻ്റെ തെറ്റുകൾ ഏറ്റുപറയും ശിക്ഷ വാങ്ങിക്കുകയും ചെയ്യുന്നതാകാം ഈ സിനിമയുടെ അവസാനം. പക്ഷേ ഇങ്ങനെയൊരു കഥ എത്രത്തോളം ഓഡിയൻസിന് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊരു ആൻറ്റി ക്ലൈമാറ്റിക്കായ ഒരു കഥ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ സിനിമ പരാജയപ്പെടുമെന്ന് എനിക്ക് തോന്നാൻ മറ്റൊരു കാരണം ജിത്തു ജോസഫാണ്. ഈ അടുത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ മിറാജ്, വലതുവശത്തെ കള്ളൻ എന്നീ സിനിമകൾ വൻ പരാജയങ്ങളായിരുന്നു. കാലത്തിനനുസരിച്ച് തൻ്റെ സിനിമാ ശൈലി അപ്ഡേറ്റ് ചെയ്യാൻ ജിത്തു ജോസഫിനായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്തിറങ്ങിയ ചിത്രങ്ങൾ തെളിയിക്കുന്നത്. മറ്റൊരു ഫാൻ തിയറി പറയുന്നത് ജോർജ് കുട്ടി തൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിക്കുകയാണ്. ഈ സിനിമയിലൂടെ കുടുംബത്തിന്മേലുള്ള സംശയങ്ങളെല്ലാം അയാൾ സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സിനിമയുടെ അവസാനം ജോർജ് കുട്ടി എന്ന കഥാപാത്രം മരിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ സിനിമയിലെ വക്കീൽ വേഷം കൈകാര്യം ചെയ്യുന്ന ശാന്തി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ സിനിമയിലെ ചില ഭാഗങ്ങൾ വളരെ അൺറിയലിസ്റ്റിക്കായി അനുഭവപ്പെടാം എന്ന അബദ്ധത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. സിനിമ ഓവർ ദ ടോപ്പ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ദൃശ്യം സീരീസിൻ്റെ നല്ലൊരു കൺക്ലൂഷൻ ആയിരിക്കുമോ അതോ നിരാശപ്പെടുത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.